വയനാട് ദുരിതത്തിൽ നിന്ന് കരകയറാനായിട്ടില്ല കേരളത്തിന്. ഇപ്പോഴും എത്രത്തോളം ആളുകളാണ് ഇനിയും മണ്ണിനടിയിലും അതുപോലെ ഒഴുകി വന്നിട്ടുള്ള മരത്തിൻ്റെയും മറ്റും അവശിഷ്ടങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അറിയില്ല. ഇപ്പോൾ സൈന്യമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനെല്ലാം തന്നെ മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധ്യമായ എല്ലാ രീതിയിലുള്ള ഉപകരണങ്ങളും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സൈന്യ ബെയിലി പാലം നിർമ്മിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേന DSCയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നദാവന്താണ് നിർമ്മാണ പ്രവർത്തനം അവിടെ ഏകോപിപ്പിക്കുന്നത്. ഏകദേശം ഒരു 17 ട്രക്കുകളിലായാണ് ഈ ഒരു ബെയിലി പാലം നിർമ്മാണത്തിന്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത്. 85 അടി നീളമുള്ള പാലമാണ് നിർമ്മിക്കുക. ഈ ഒരു പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അടക്കം അറിയിച്ചിട്ടുള്ളത്. മുണ്ടക്കൈ പാലം ഒലിച്ചുപോയതോടുകൂടി യാത്രാമാർഗം അടഞ്ഞതോടെയാണ് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായത്. ഇപ്പോഴും അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള വഴിയൊന്നുമില്ല. അപ്പോൾ ഇനിയൊരു പാലം നിർമ്മിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായ ഒരു ചെറിയ പാലം നിർമ്മിച്ചുവെങ്കിലും അത് പുഴയുടെ പകുതി വരെ മാത്രമായിരുന്നു നീളം. ആ സമയത്താണ് സൈന്യം ഉപയോഗിക്കുന്ന ഈ ഒരു ബെയിലി പാലം വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന പാലമാണ്. അത് നിർമ്മിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിനുള്ള പ്രവർത്തികൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. വലിയ ചെരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയിലി പാലം. ദുരന്ത നിവാരണത്തിനും അതുപോലെ സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത്. മുൻപ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തി ഇത് കൂട്ടിച്ചേർത്താണ് ഈ ഒരു ബെയിലി പാലം നിർമ്മിക്കുന്നത്. മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നിർമ്മിക്കാവുന്നതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബെയിലി പാലം. ഇതിനെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഉരുക്ക് തടിയാണ് ഈ ഒരു പാലത്തിന്റെ പ്രധാന ഘടകം എന്ന് തന്നെ പറയുന്നത്. അടിയന്തര ഘട്ടങ്ങളിലാണ് ഇത് പ്രയോജനപ്പെടുക. ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം. കൂടാതെ ഈ ഒരു ബെയിലി പാലത്തിന് താങ്ങാനാകുന്ന ഭാരം അതിന്റെ ശേഷി അനുസരിച്ച് ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ബെയിലി പാലം നിർമ്മിച്ചത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പ നദിക്ക് കുറുകെ ബെയിലി പാലം ആദ്യമായി നിർമ്മിച്ചത്. പമ്പ നദിക്ക് കുറുകെയുള്ള അതായത് 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം അന്ന് സൈന്യം നിർമ്മിച്ചത്. പിന്നീട് 1996 നവംബർ 8 റാന്നിയിൽ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദിക്ക് കുറുകെ കടന്നത്. ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ബെയിലി പാലം. ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലാണിത് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ഏകദേശം ഒരു 30 മീറ്റർ നീളമുണ്ടായിരുന്നു, അതായത് ഒരു 98 അടി. സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പാലം അന്ന് അവിടെ സ്ഥിതി ചെയ്തത്. ഇന്ത്യൻ ആർമിയായിരുന്നു ഇത് സ്ഥാപിച്ചത്. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ പേരാണ് ഡൊണാൾഡ് ബെയ്ലി. ഉത്തരാഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിനായി ഈ പാലം നിർമ്മിച്ചത്. അദ്ദേഹം ഒരു ആദ്യഘട്ടത്തിൽ ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിലെന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ പിന്നീട് അനുമതി നൽകുകയായിരുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ 1941 1942 ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. പലതരത്തിൽ പാലം നിർമ്മിച്ചു നോക്കി. താങ്ങുപാലം, ആർച്ചുപാലം, പരന്ന ട്രസ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഈ ഒരു പാലം ഉണ്ടാക്കി. ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ അതായത് സ്റ്റാൻപിറ്റ് ചതുപ്പുകൾ കുറുകെ മുറിക്കുന്ന മദർ സിലേസ് ചാനലിന് മുകളിലൂടെയാണിത് ആദ്യമായി ഈ പാലം നിർമ്മിച്ചത്. ഇന്നും അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ് പിന്നീട് അങ്ങോട്ട് അനേകം പരീക്ഷണ നിർമ്മാണങ്ങൾക്കും ഉപയോഗത്തിനും ശേഷം ഇത് കോർപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിന് നൽകിയത്. അങ്ങനെ ഉത്തരാഫ്രിക്കയിൽ ആദ്യമായി 1942 ഇത് ഉപയോഗിച്ചു. 1944 ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി. ഇതിന്റെ നിർമ്മാണത്തിനായി US അനുമതി നൽകി. അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പാലം നിർമ്മിക്കുന്നതിനായി മറ്റും പിന്തുടർന്നിരുന്നത്.
ഇത്തരത്തിൽ വളരെ അടിയന്തര ഘട്ടത്തിലായി നിർമ്മിക്കുന്ന ഈ പാലത്തിന് പല ഗുണങ്ങളാണ് ഉള്ളത്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്നില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചു പിടിപ്പിക്കാനാകും. ക്രെയിനിന്റെ ആവശ്യവും വരുന്നില്ല. ഇവ നല്ല ഉറപ്പുള്ളതാണ്. വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാനാകും. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെയധികം കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നു.